ശ്രീ മേരി ജോർജ്, ഇപ്പോൾ ഈ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് നടപ്പാക്കിയ ടീം ഓഡിറ്റ് രീതി താളം തെറ്റുന്നു എന്നുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സഹകരണ സംഘത്തിൻ്റെ ഒരു വർഷത്തെ കണക്ക് പരിശോധിക്കാനുള്ള ടീമുകൾക്ക് ലഭിക്കുന്ന പരമാവധി 2 ദിവസം മാത്രമാണ്. ഇപ്പോൾ ഇതിനിടയിൽ തന്നെ ഒരു രാഷ്ട്രീയ വീതം വയ്ക്കലൊക്കെ തന്നെ നടത്തുന്നുമുണ്ട്. എന്നാൽ മാത്രം ഇനി ആ രാഷ്ട്രീയ വീതം വയ്ക്കലിൻ്റെ കാരണം തന്നെ ക്രമക്കേടുകൾ വീണ്ടും വീണ്ടും തുറന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുമായി ഞാൻ ഈ കാര്യം നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു. അതായത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ അതുപോലെ തന്നെ ഈ പറയപ്പെട്ട സഹകരണ സംഘങ്ങളിലോ ഓഡിറ്റ് കൃത്യമായി നടക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നില്ല. ഇവര് ഓഡിറ്റേഴ്സ് അതിന് തയ്യാറായി ചെല്ലുമ്പോഴും അതിന് അവസരം ഒരുക്കുന്നില്ല. കാരണം ഈ വക മാറ്റി ചെലവഴിക്കല് അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമുക്ക് സഹകരണ സംഘങ്ങളെ പറ്റി അറിയാം. ഒരു നിരവധി സഹകരണ സംഘങ്ങളാണ് അഴിമതിയില്, അതായത് ഡെപ്പോസിറ്റേഴ്സിന്റെ പണമെടുത്ത് ദൂർത്തടിച്ചും അത് അർഹതയില്ലാത്തവർക്ക്, അതായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പേരിൽ വായ്പ എടുത്തുമൊക്കെ ഒരുപാട് തിരിമറി നടത്തിയ കരുവന്നൂർ പോലെ എല്ലാം കുണ്ടള പോലെ ഒത്തിരി ബാങ്കുകളെ പറ്റി സഹകരണ ബാങ്കുകൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അങ്ങനെ സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ അപമാനമായിരിക്കുന്ന ഈ സാഹചര്യത്തില് സഹകരണ സംഘങ്ങളുടെ ഒരു സഹകരണ സംഘത്തിന്റെ ഒരു വർഷത്തെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാനായിട്ട് 2 ദിവസം കൊടുക്കുക എന്ന് പറഞ്ഞാല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രീതി അനുസരിച്ച് ആയാൽ പോലും അത് അസാധ്യമാണ്. എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നല്ല, അത്രയൊന്നും കേരളം വളർന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും നല്ല ടെക്നോളജി അനുസരിച്ച് ചെയ്താൽ പോലും 2 ദിവസം കൊണ്ട് ഒന്നും നടക്കില്ല. കാരണം അക്കൗണ്ടുകൾ അത്ര പക്കയാണെങ്കിൽ മാത്രമേ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച്, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിലും ഈ ഓഡിറ്റിംഗ് നടത്താൻ പറ്റൂ. അപ്പൊ അതിനൊന്നും സാധ്യതയില്ലാത്ത, അതായത് സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ബാങ്കിന്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാൻ തന്നെ കുറഞ്ഞ പക്ഷം 1 മാസം വേണം കൃത്യമായി ഓഡിറ്റ് ചെയ്യണമെങ്കിൽ. അതാണ് 2 ദിവസത്തിൽ, അതായത് ഓഡിറ്റ് നടത്തിയോ, ഓഡിറ്റ് നടത്തി, ശരിയാണോ, ശരിയാണ് എന്ന് പറഞ്ഞ് തലയൂരുക, അതിനു വേണ്ടി മാത്രം ചെയ്യുന്ന, അതായത് കണക്കുകളിലെ കളികളൊന്നും കണ്ടെത്തരുത്. അങ്ങനെ എല്ലാ തരത്തിലും ഡെപ്പോസിറ്റേഴ്സിനെയും സമൂഹത്തെയും കബളിപ്പിക്കത്തക്ക രീതിയിൽ അതേസമയത്ത് അവരുടെ മുൻപിൽ മുഴുവൻ ഓഡിറ്റിംഗ് നടത്തിയെന്ന് വരുത്തുകയും വേണം. അതിനു വേണ്ടിയുള്ള ഒരു കള്ളക്കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശക്തിയുക്തം എതിർക്കേണ്ടതാണ്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ CAG തള്ളിക്കളയണം. CAGയിൽ എത്തുന്ന റിപ്പോർട്ടാണെങ്കിൽ അതല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ഇത് തള്ളിക്കളയണം. ഗവൺമെന്റിന് എതിരെ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ മേരി ജോർജ് പ്രതികരിച്ചതിന്.